ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും. വിശ്വാസ ജീവിതത്തിൽ സാധാരണ മുഴങ്ങി കേൾക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുന്നത്? ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തതും ഒരു രക്ഷാനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടാത്തതും എന്തുകൊണ്ടാണ്? രക്ഷയെ സംബന്ധിച്ച് ഈ ചോദ്യം വരുമ്പോൾ തന്നെ രക്ഷ ഭൗതികമായ നേട്ടങ്ങളാണെന്ന് കരുതുന്നവരും ആത്മീയമായ ഉന്നതിയാണെന്ന് കരുതുന്നവരും രണ്ട് ഭാഗങ്ങളായി നിൽപ്പുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. യഥാർത്ഥത്തിൽ രക്ഷാനുഭവത്തിന് തടസ്സമായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനാകാത്ത വിധം നമ്മെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പാപം നിമിത്തം നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ല. നീതീകരിക്കപ്പെടാനാവാത്ത വിധം തിന്മയ്ക്കടിപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുന്നില്ല. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ ശുശ്രൂഷകനായാലും സഹജീവികളായാലും അയാളെ കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ ഒരു തിന്മയ്ക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്, പാപകരമായ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷാനുഭവമില്ലാത്തത്, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തത് എന്നാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം വഴിയാണോ നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയാണോ നിങ്ങൾ രക്ഷപ്പെടുക? നിയമം പാലിച്ച് നീതിമാനായി ദൈവത്തിൽ എത്തിച്ചേരുകയാണോ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവത്തിൽ എത്തിച്ചേരുകയാണോ വേണ്ടത്? ഗൗരവമായൊരു ചോദ്യമാണ്. 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തരാകാൻ, നീതീകരിക്കപ്പെടാൻ എന്നാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്. 10 കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നും ഭൗതികമായി നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നും, നിങ്ങൾ ഈ കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നും ശപിക്കപ്പെടുമെന്നും നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയും 15 മുതൽ 28 വരെയും തിരുവചനങ്ങളിലൂടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ പഴയ പാഠം എത്രത്തോളം ആധുനിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം ക്രിസ്തുവിലായിത്തീരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നാം തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നാം ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തെറ്റിൽ തുടരാമെന്നല്ല അർത്ഥമാക്കുക. നിയമം അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാമെന്നല്ല നാം കരുതേണ്ടത്. വിശ്വാസം മൂലമാണ് രക്ഷയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക. വിശ്വാസം മൂലം നാം നീതീകരിക്കപ്പെടും. വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിയമങ്ങൾ ഇനി കണക്കാക്കേണ്ടതില്ല, ഏത് വഴിക്കും ജീവിക്കാം എന്നാണോ ആ വാക്ക് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. നിയമം അനുഷ്ഠിക്കാതെ അല്ലെങ്കിൽ നിയമത്തിന്റെ വഴികളിലൂടെ കടക്കാതെ വിശ്വാസം വഴി നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് ദൈവിക ദാനമാണെന്ന് പറയുമ്പോൾ വിശ്വാസം മുഖേന രക്ഷ പ്രാപിക്കാം, ഇനി പ്രവൃത്തികളെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണോ അർത്ഥമാക്കുന്നത്? അഥവാ നിയമം പാലിച്ച് കൃത്യതയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാമെന്നാണോ നാം വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പരിമിതികളെയും പോരായ്മകളെയും എങ്ങനെ മറികടക്കാമെന്നും പാപത്തിനെതിരായ യുദ്ധത്തിൽ എങ്ങനെ നമുക്ക് വിജയം വരിക്കാമെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകുക. പഴയ നിയമത്തിൽ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ കൽപ്പന പാലിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. ദൈവാനുഗ്രഹം തേടിയിട്ടാണ് കൽപ്പന പാലിക്കുന്നത്, ഭയന്നിട്ടാണ് കൽപ്പന പാലിക്കുന്നത്. നിങ്ങൾ നിയമം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ഭയന്ന് നിങ്ങൾ നിയമം പാലിക്കണമോ? സ്നേഹം മൂലം നിങ്ങൾ നിയമം പാലിക്കണമോ? യേശുക്രിസ്തുവിൽ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളോട് കാട്ടിയ അത്യുദാരത, ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നിങ്ങൾ അനുഭവിക്കുക മൂലം നിങ്ങൾക്ക് പഴയ വഴിയിലൂടെ കടന്നു പോകാൻ സാധ്യമല്ലാത്ത വിധം നിങ്ങളെ നിയമം പാലിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നിയമം നിങ്ങൾ പാലിക്കുകയല്ല, നിങ്ങളെ നിയമം പാലിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുമ്പോൾ മാത്രമാണ് നിയമത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിയെ നമുക്ക് ചരിക്കാൻ കഴിയുക. ക്രിസ്തുവിലുള്ള രക്ഷ നാം നമ്മുടെ പ്രവൃത്തി വഴിയല്ല നേടുന്നത്, അത് ക്രിസ്തുവിന്റെ ജീവാർപ്പണം വഴിയാണ്. അങ്ങനെ ക്രിസ്തു തന്റെ ജീവൻ പകരം തന്ന് നമ്മെ വീണ്ടെടുത്തു എന്നൊരു ബോധ്യത്തിൽ ക്രിസ്തു സ്നേഹത്താൽ എരിയുമ്പോൾ കൽപ്പനകൾ പാലിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് കൽപ്പനകൾ സ്നേഹത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറുക. പഴയ നിയമം ഭയന്നാണ് കൽപ്പനകളെ പാലിക്കാൻ പറയുന്നതെങ്കിൽ പുതിയ നിയമം നമ്മോട് പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഹൃദയത്തോടെ അവനെ അനുഗമിക്കുമ്പോൾ നാം അറിയാതെ നിയമം പാലിക്കുന്നവരായിട്ട് മാറും. ഒരാൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്
ഞായറാഴ്ച ആചരണം അയാൾക്ക് എങ്ങനെയാണ് ഒരു നിയമമായിട്ട് മാറുക? എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച്, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഒരാളെ സംബന്ധിച്ച് ഞായറാഴ്ച നിങ്ങൾ കടമുള്ള ദിവസമാണ്, അന്ന് ദേവാലയത്തിൽ പോകേണ്ടതുണ്ട്, കർത്താവിന്റെ ദിവസമാണ് എന്ന് പറയുന്ന ആ കൽപ്പന അയാൾ അറിയാതെ തന്നെ പാലിക്കുന്നു. അയാൾ ആ കൽപ്പനയ്ക്ക് അതീതനായിട്ട് മാറുന്നു. സ്നേഹത്തിന്റെ കൽപ്പന നിങ്ങൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. ഈ ദൈവമക്കളാകാൻ കഴിവ് നൽകി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നാം അടിയുറച്ച് വിശ്വസിക്കുകയും അവനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നാം അത് അനുഭവിക്കാൻ തുടങ്ങുന്നു. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ആരും ദൈവസ്ഥലം ഒഴിഞ്ഞു നിൽക്കുന്നില്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അങ്ങനെ പറയുമ്പോഴും എല്ലാ മനുഷ്യർക്കും വെളിപ്പെടേണ്ട ക്രിസ്തു രഹസ്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അവനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുകയും അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും എന്നെ വിമോചിപ്പിച്ചുവെന്നും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവന്റെ പ്രവൃത്തിയിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നു. അങ്ങനെ പിതാവിനെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിലൂടെ പിതാവിനെ സ്നേഹിക്കുന്നവരായി, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമ്മുടെ ജീവിതം മാറുന്നു. നാം അറിയാതെ തന്നെ കൽപ്പനകൾക്ക് അതീതരായി മാറുന്ന അനുഭവം ഉണ്ടാവും. ഈശോ വിശുദ്ധ മത്തായി സുവിശേഷം 5:17 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിയമത്തെ അസാധുവാക്കാൻ വന്നതല്ല, നിയമത്തെ പൂർത്തീകരിക്കാൻ വന്നതാണ്. നിയമത്തിന്റെ പൂർത്തീകരണം എങ്ങനെയാണ്? അത് വിശ്വാസം വഴിയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിയമത്തെ മറികടക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയും. യേശുവിനെ ആഴത്തിൽ അങ്ങനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്, ഹൃദയത്തിന്റെ നാഥനായി കരുതാത്തത് കൊണ്ടാണ്, അവൻ എന്നോട് കാട്ടിയ സ്നേഹത്തെ വിലമതിക്കാത്തത് കൊണ്ടും അവനിലായിത്തീരാനായി ഹൃദയം അദമ്യമായി ആഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും പാപാവസ്ഥയിലേക്ക് നമ്മൾ വീണു പോകുന്നത്, നിയമത്തിന് വിരുദ്ധരായിട്ട് നമ്മൾ മാറുന്നത്. ഈശോ കൽപ്പനകളുടെ പൂർത്തീകരണമാണെന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ പിതാവിന്റെ പ്രവൃത്തികൾക്ക് നാം എപ്രകാരം വിധേയപ്പെടുന്നവരായിട്ട് മാറും എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഫിലിപ്പിയർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ ഈശോ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ആ വന്നത് തന്നെ താഴ്ത്തിയിട്ടാണ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന ഈശോ കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അങ്ങനെ പിതാവിനോട് അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തു എങ്ങനെയാണ് പിതാവിനെ സ്നേഹിക്കേണ്ടതെന്ന് വെളിപ്പെടുത്തുന്നു. പിതാവിനെ അപ്രകാരം വെളിപ്പെടുത്തി യേശുവിൽ നാം ആയിത്തീരുകയും അവനെ സ്വീകരിക്കുകയും അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും നാം അവന്റെ പ്രവൃത്തികൾ തുടരുന്നവരായിട്ട് മാറും. യേശുവിനെ പ്രതി ഇങ്ങനെ ജീവിതം പിതാവിനുള്ള സ്നേഹമായി പരിവർത്തിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞ ദൈവത്തെയും സഹജീവികളെയും സ്നേഹിക്കുക എന്ന കൽപ്പന നാം ജീവിതത്തിൽ സ്വീകരിക്കുന്നവരായിട്ട് മാറുമ്പോൾ കൽപ്പനകളെല്ലാം അസാധുവാകുന്നു, അല്ലെങ്കിൽ ആ കൽപ്പനകൾക്കുപരിയായ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറും. വിശ്വാസിയുടെ ജീവിതം ഇപ്രകാരം ഒരു ഉപരി നന്മയായി മാറേണ്ടതുണ്ട്, സാമാന്യതകളെ മറികടക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ വരുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് പിഴവുകൾ ഉണ്ടാവുന്നു. യേശു ക്രിസ്തുവിനെ അങ്ങനെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി കാണാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെ വിശ്വാസക്കുറവാണ് പ്രശ്നമായിട്ട് വരുന്നത്. വിശ്വാസം എത്രത്തോളം വർദ്ധിക്കുന്നുവോ, വിശ്വാസത്തിൽ പുരോഗമിക്കുന്നുവോ, ആ വിശ്വാസം കൃപയുടെ കീഴിലേക്ക് നമ്മെ കൊണ്ടുവരും. ആ കൃപ ഈ നിയമത്തിന് മീതെയായിരിക്കാൻ, അല്ലെങ്കിൽ നിയമങ്ങളെ പാലിക്കാൻ, സ്വാഭാവികമായി ആ നിയമങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റും. ഇത് ഒരു തിരിച്ചറിവായിട്ടും ബോധ്യമായിട്ടും നമുക്കുണ്ടാകേണ്ടതുണ്ട്. സാധാരണ സുവിശേഷ പ്രഘോഷണ വേദികളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കുറ്റപ്പെടുത്തലാണ്, നിങ്ങൾ പാപികളാണ്. നിങ്ങൾ പാപികളാണ് എന്ന് പറയാനല്ല ക്രിസ്തു ഭൂമിയിൽ വന്നത്, നിങ്ങൾ വിമോചിതരാണ് എന്ന് പറയാനാണ്. ഈ വിമോചനം സാധ്യമാകണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ഉറയ്ക്കാൻ പറ്റണം. റോമർ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം പറയുമല്ലോ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം എന്താണ്? അവൻ പിതാവിന് വിധേയനായി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അങ്ങനെ നമ്മളെ വിമോചിതരാക്കി എന്നുള്ള പരമാർത്ഥമാണ്. ആ പരമാർത്ഥം നാം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കൽപ്പനയെ, അതിന്റെ അർത്ഥത്തെ തിരിച്ചറിയാൻ പറ്റുക. 1-ാം പ്രമാണം പറയുന്നത്, ഞാനാണ് നിന്റെ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിക്കൂടെന്നാണ്. ഈ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുന്നത് എപ്പോഴാണ്? പിതാവിനെ സ്നേഹിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ്, ക്രിസ്തുവിലായിത്തീരാൻ കഴിയാതെ പോകുമ്പോഴാണ്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നുവെന്നും അവൻ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അവൻ എന്നെ പ്രതി തന്നെ സമർപ്പിച്ചുവെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച ഒരുവൻ
എന്നിലേക്ക് സ്നേഹത്തിന്റെ നിർധാര ഒഴുക്കും പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടു. ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും എൻ്റെ അകമേ അവനുണ്ടെന്നും അവന്റെ ജീവിതമാണ് എൻ്റെതെന്ന് തിരിച്ചറിയാൻ നമ്മൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഈ കൽപ്പന നാം അറിയാതെ തന്നെ പൂർത്തീകരിക്കുന്നവരായിട്ട് മാറും. ഏക കർത്താവിൽ നമ്മൾ വിശ്വസിക്കും, ഏക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കും. ആ ദൈവത്തെ കൂടാതെ മറ്റൊരു ദൈവം നമുക്കുണ്ടാകരുത് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഉറയ്ക്കും. സാമാന്യഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരാണ്? ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചു വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം. ദൈവത്തെ പോലും നിർമ്മിക്കുന്നവനായിട്ട് നമ്മൾ മാറുന്നു. ദൈവത്തിന് രൂപം കൽപ്പിക്കുന്നു, ഭാവം കൽപ്പിക്കുന്നു. ദൈവം ഇതാണെന്ന് നമ്മൾ നിർവചിക്കുന്നു. അങ്ങനെ ദൈവത്തെ നാം നമ്മുടെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് അവിടെ ഉള്ളത് നമ്മൾ തന്നെയാണ്. അവനവൻ ദൈവമായിട്ട് മാറുന്നു. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറാനായി ഞാൻ ജീവിക്കുകയും എൻ്റെ ഇഷ്ടങ്ങൾക്ക് പരമപ്രാധാന്യം നൽകുകയും അവരോന്മുഖമല്ലാത്തൊരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തു നിഷേധകനായി മാറുന്നുണ്ട്, വിശ്വാസത്തിനെതിരായിട്ട് മാറുന്നുണ്ട്. കാരണം യേശു പറഞ്ഞ കൽപ്പന 2 കൽപ്പനയേ ഉള്ളൂ. അത് ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ അയൽക്കാരനെ സ്നേഹിക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പൂർണ്ണത നാം അനുഭവിക്കേണ്ടതും അനുഭവപ്പെടുത്തേണ്ടതും. അവിടെ ഉണ്ടാകുന്ന നഷ്ടം യഥാർത്ഥത്തിൽ വിശ്വാസച്യുതിയാണ്. വിശ്വാസച്യുതി ഉണ്ടാവുമ്പോൾ സാമാന്യഗതിയിൽ 1-ാം പ്രമാണം ലംഘിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഈ ലോകത്തെക്കാൾ ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നന്മയുടെ വഴി. ഈ ലോകത്തെ ക്രിസ്തുവിനേക്കാൾ അധികമായി ക്രമവിരുദ്ധമായി നാം സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ് പാപമെന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പറയും. ഇങ്ങനൊരു സ്നേഹപ്രവൃത്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തെയാണ് പരമമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. ലോകവസ്തുക്കളിലും ലോകാഡംബരങ്ങളിലും ലോക താല്പര്യങ്ങളിലും ലോക സാമാന്യതകളിൽ മുഴുകി നമ്മൾ ജീവിക്കുമ്പോൾ, ലോകത്തിന്റെ നിയമങ്ങളാണ് പ്രധാനമെന്ന് കരുതുമ്പോൾ യഥാർത്ഥ നിയമത്തെ നമ്മൾ മറന്നുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തെ പിതാവായിട്ട് ഹൃദയത്തിൽ അംഗീകരിക്കും. ആ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുകയാണ് ജീവിത ദൗത്യമെന്ന് ബോധ്യം വരും. അപ്രകാരം ഒരു ബോധ്യമുണ്ടാകുമ്പോൾ 1-ാം പ്രമാണം അപ്രസക്തമാകും. ആ പ്രമാണം പാലിക്കുക എന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ പാലനത്തിലായി നമ്മൾ മാറിത്തീരും. യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പിതാവിനെ മാനിക്കുന്നവരാകാൻ പ്രത്യേകമായ ഒരു നിയമം ആവശ്യമില്ലാതെ വരും. നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെ നിയമത്തെ കാണാതെ ഭയന്ന് നരകത്തിൽ പോകുമല്ലോ, ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് ഭയന്നാണ് നാം ഈ കൽപ്പന പാലിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നാം അവിടെയും കേന്ദ്രബിന്ദുവാക്കുന്നത് നമ്മളെ തന്നെയാണ്. നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ രക്ഷ പ്രാപിക്കാമെന്നും മനുഷ്യപ്രവൃത്തി കൊണ്ട് വിമോചനം പ്രാപിക്കാമെന്നും നല്ലവനായി ജീവിക്കുന്നതിന് സ്വന്തമായൊരു മാതൃക ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നാം ആണ് ദൈവമായി പൂജിക്കപ്പെടുന്നത്, ലോകമാണ് ആരാധിക്കപ്പെടുന്നത്. അവിടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന പ്രവൃത്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. സ്നേഹപ്രവൃത്തിയായിട്ട് മാറണം കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ കൽപ്പനകൾ പാലിക്കാൻ എന്താണോ കാരണമാകേണ്ടത് ആ കാരണത്തിലേക്ക് നമ്മൾ തിരിയണം. അവിടെയാണ് വിശ്വാസമാണ് നമ്മുടെ കൽപ്പനാ പാലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറേണ്ടത്. അത് കേവലമായ പ്രവൃത്തിയല്ല. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് മിസ് യാക്കോബ് ശ്ലീഹ 2:19 പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിശ്വാസം ഫലരഹിതമായി മാറുന്നത്? പ്രവൃത്തി കൂടാതെയാവുമ്പോഴാണ്. പ്രവൃത്തി എന്താണ്? പ്രവൃത്തി പരസ്നേഹമാണ്. പരസ്നേഹ പ്രവൃത്തിയിൽ ഊന്നി ജീവിക്കുമ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുക. ഒരാൾ മറ്റൊരാളെ അകമഴിഞ്ഞ് അവനവനേക്കാൾ ഉപരിയായി ദൈവത്തെ പ്രതി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക ജീവനിൽ പങ്കുകാരാകുന്ന അനുഭവത്തിലേക്ക്, സ്വാതന്ത്ര്യാനുഭവത്തിലേക്ക് അയാൾ എത്തിച്ചേരും. അവരൻ എന്നോട് എങ്ങനെ വർത്തിക്കുന്നു എന്നുള്ളതല്ല, ക്രിസ്തു എങ്ങനെയാണ് അവരനോട് വർത്തിക്കുന്നത്. ശിഷ്ടന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം എന്റെ പ്രവൃത്തി വഴി വെളിപ്പെടണമെങ്കിൽ എനിക്ക് ക്രിസ്തുവിലായി തീരേണ്ടതുണ്ട്. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനാണ് ഞാനെന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിലൂടെ ഈ പിതാവിന്റെ മകൻ എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. അങ്ങനെ ദൈവത്തെ പിതാവായി സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുക. ഈ സ്വാതന്ത്ര്യം നിയമത്തെ മറികടന്ന് ദൈവത്തിലായി തീരാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സാമാന്യഗതിയിൽ പ്രവൃത്തികളിലാണ് നമ്മളെപ്പോഴും ഈ പാപത്തെ കണ്ടെത്തുന്നത്. മനോഭാവത്തിൽ പാപത്തെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ മനോഭാവത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് ഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നാം ദൈവത്തിന് വേണ്ടിയുള്ളവരാണോ, ദൈവം നമുക്ക് വേണ്ടിയുള്ളതാണോ? നാം ദൈവത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണെന്നിരിക്കെ നാം ഈ ഭൂമിയിൽ നമ്മുടെ ഉടമകളായിട്ട് ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയും പ്ലാനും തയ്യാറാക്കുന്നത് നമ്മൾ തന്നെയാണ്. ദൈവം നമ്മെ സഹായിക്കുന്ന ഒരാളായി തരം താഴ്ത്തപ്പെടുന്നു. 1-ാം പ്രമാണം ലംഘിക്കപ്പെടുന്നു നമ്മൾ അറിയുന്നില്ല.
ഈ പ്രമാണ ലംഘനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്നേഹലംഘനമാണെന്നറിയണം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ പുരോഗമിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് നാം ഈ നിയമം ഭാരമുള്ളതായിട്ട് അനുഭവിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. യേശുവിൻ്റെ നുകം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹപ്രവൃത്തിയാണ് പിതാവിനോടുള്ള ക്രിസ്തുവിൻ്റെ എല്ലാ ഇടപെടലിലും നമുക്ക് കാണാൻ പറ്റുക. പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ പരമാർത്ഥം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ. ഇങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നിയമപാലനം എന്നത് ക്ലേശകരമായൊരു പ്രവൃത്തിയല്ലാതായിട്ട് മാറും. അത് സ്വാഭാവിക പ്രവൃത്തിയായിട്ട് മാറും. ക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ അഖില ലോകത്തെയും സ്നേഹിക്കും. അയാൾ എല്ലാറ്റിന്റെയും ഉടയവനായ ദൈവത്തെ കാണും. അവനവനെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങനെ ക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ കൽപ്പനകളെ അതിജീവിക്കുന്നയാളായി മറികടക്കുന്ന ഒരാളായിട്ട് മാറും. റോമർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം പറയാണ്, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി ഇപ്പോൾ നിയമത്തിലൂടെ അല്ലാതെ അനുഷ്ഠാനത്തിലൂടെ അല്ലാതെ വെളിപ്പെട്ടിരിക്കുന്നു. നിയമവും പ്രവാചകന്മാരും എങ്ങനെയാണ് നീതിയെ വെളിപ്പെടുത്തിയത്? ദൈവനീതി എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തുല്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. നാം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നാം നന്മ പ്രവർത്തിച്ചാൽ നന്മ നൽകുകയും നാം തിന്മ പ്രവർത്തിച്ചാൽ തിന്മ നൽകുകയും ചെയ്യുന്നൊരു ദൈവം. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ വരികയുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവം ഒരിക്കലും തിന്മയുടെ ഉറവിടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിലൂടെ എങ്ങനെയാണ് തിന്മ വരിക? നീതിപൂർവകമായ പ്രവൃത്തി, ദൈവത്തിന്റെ നീതി കരുണയാണെന്ന് തിരിച്ചറിയാത്ത കാലത്താണ് പറയുന്നത് ദൈവനീതി വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയാണ് ദൈവനീതി നമുക്ക് അനുഭവപ്പെടുക എന്നാണ് പഴയ നിയമം പറയുന്നത്. ആ പഴയ നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ദൈവം അനന്ത കാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിലൂടെ. പഴയ നിയമത്തിൽ ദൈവം വേറെ, പുതിയ നിയമത്തിൽ ദൈവം വേറെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയാണ്. നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലത്ത് ദൈവം സംസാരിച്ചിരുന്ന ഭാഷയിലല്ല ക്രിസ്തുവിൽ സംസാരിക്കുക. ക്രിസ്തുവിലാണ് പൂർണ്ണതയിൽ സംസാരിച്ചത്. പഴയ നിയമത്തിൽ സംസാരിച്ചതുപോലെ അല്ല. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ പൂർണ്ണതയിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി പകരമായി നിന്നുകൊണ്ട് നമ്മുടെ പിഴവുകൾക്ക് പരിഹാര ബലിയായി മാറുന്നു. അങ്ങനെ ഒരു വിമോചനം കാരുണ്യപൂർവ്വം നമുക്ക് നൽകുന്നു. ആ വിമോചനത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് തിരിച്ചറിയുമ്പോൾ കേവലമായ നിയമാനുഷ്ഠാനമല്ല, നിയമത്തിന്റെ അകക്കാമ്പിനെ തൊട്ടറിയുന്ന ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അങ്ങനെ നയിക്കപ്പെടുമ്പോഴാണ് നാം ദൈവനാമത്തിലാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാകുക. കർത്താവിന്റെ നാമത്തെ വൃഥാ പ്രയോഗിക്കുക എന്നതിനർത്ഥം കർത്താവിന്റെ നാമം അതിരം കൊണ്ട് ഏറ്റു പറയുന്നു. മത്തായി സുവിശേഷത്തിൽ 7:21 പറയുന്നുണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ആ ഇഷ്ടം പരസ്നേഹത്തിലൂന്നിയ ജീവിതമാണ്, അപരോന്മുഖമായ ജീവിതമാണ്. തൻ്റെ ജീവിതം തൻ്റെതല്ലെന്നും അത് ദൈവദാനമാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ക്രിസ്തുവിൽ എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ, വിശ്വാസം മൂലം നാം അത് അംഗീകരിക്കുന്നുണ്ടോ, യേശു ക്രിസ്തുവിൽ നാം ആയിത്തീരുന്നുണ്ടോ, അത്രത്തോളം കർത്താവിന്റെ നാമത്തിലുള്ളതായി നമ്മുടെ ജീവിതം മാറും. അത് വൃഥാപ്രയോഗമല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് എന്ന ഉറപ്പ് നമുക്കുണ്ടാകുന്ന എപ്പോഴാണ്? സ്നേഹം അവനോട് പ്രഖ്യാപിക്കുമ്പോഴാണ്. യേശുക്രിസ്തുവിനുള്ള സ്നേഹം മുഖേനയാണ് നാം നിയമത്തെ മറികടക്കേണ്ടത്. നിയമം എന്നത് കേവല അനുഷ്ഠാനത്തിനുള്ളൊരു മുഖമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന ഒരു കേവല ബോധത്തിലേക്ക് നമ്മൾ പോകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അവിടെ നമ്മുടെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടാണ്, നമ്മുടെ പ്രവൃത്തിയിൽ ഊന്നിയിട്ടാണ്. നമ്മുടെ പ്രവൃത്തി ഒരു സ്നേഹപ്രവൃത്തിയായിട്ട് മാറുന്നത് ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ്. ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുള്ളത്, വിശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ പ്രത്യേകമായി നൽകിയിട്ടുള്ളത് ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിലാണോ, യേശു ക്രിസ്തുവിലാണോ എൻ്റെ പ്രവൃത്തികൾ, അവന്റെ നാമത്തിലാണോ? അവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു നാമത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല, അത് വൃഥാ പ്രയോഗമാണ്. എങ്ങനെയാണ് യേശുനാമത്തിലായിത്തീരുക? അവന്റെ അക്കൗണ്ടിലാണ്. അവനാണ് നമ്മെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നാം നമ്മുടെ സ്വന്തമല്ലെന്നും നമ്മുടെ പ്രവൃത്തികൾ അവന്റെ അക്കൗണ്ടിലാണെന്നും അവന്റെ നാമത്തിലാണെന്നും അല്ലെങ്കിൽ അവന്റെ പ്രക്രിയയിലാണ് നമ്മുടെ ജീവിതമെന്നും നമുക്ക് ബോധ്യമുണ്ടാകണം. യേശുവിന്റെ നാമം രണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, യേശു എന്ന വ്യക്തിനാമമാണ്. യേശു എന്നത് ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ആ ദൈവം രക്ഷിക്കുന്നു എന്നത് കേവലമായ വ്യക്തിനാമം മാത്രമല്ല, അത് പ്രവൃത്തി കൂടിയാണ്. ഈ പ്രവൃത്തിയിലേക്ക് നമ്മെ എടുത്തു വെക്കാൻ കഴിയും വിധം ക്രിസ്തു സ്നേഹം നമ്മെ എരിയിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയും അവിടുത്തെ അക്കൗണ്ടിലായിട്ട് മാറും, അല്ലെങ്കിൽ അവിടുത്തെ പേരിലായിട്ട് മാറും. അങ്ങനെ ദൈവത്തിന്റെ പേരിലായിട്ട് നമ്മുടെ പ്രവൃത്തി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. കാളികെട്ടിലെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു പൂജാരി കിടക്കുന്നു. മൃതപ്രായനായ പൂജാരിയാണ്. ആ പൂജാരി എടുത്ത് മദർ തെരേസ ശുശ്രൂഷിക്കുന്നു. മദർ തെരേസ അങ്ങനെ
ഈ പൂജാരിയെ ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് പൂജാരി മരിക്കുന്നു. ആ പൂജാരി പറയുന്നുണ്ട്, 35 വർഷമായി ഞാൻ ഒരു പ്രതിമയ്ക്ക് മുമ്പിലിരുന്ന് ദേവി എന്ന് പ്രാർത്ഥിച്ചിരുന്നയാളാണ്. ഞാൻ യഥാർത്ഥ ദേവിയെ കണ്ടു, നിങ്ങളാണ് ദേവി. ദൈവത്തിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴാണ് നാം ദൈവനാമത്തിലായിട്ട് മാറുക. നമ്മൾ ഔദാര്യമൊക്കെ പ്രകടിപ്പിക്കുന്നവരാണ്. ആ ഔദാര്യമൊക്കെ സ്വന്തം പേരിലാണോ ദൈവത്തിന്റെ നാമത്തിലാണോ എന്ന് ചിന്തിക്കണം. ഇപ്പോൾ സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് നേരത്തെ പുസ്തകങ്ങൾ വിതരണം ചെയ്യായിരുന്നു. ഈ വർഷം അങ്ങനെ പുസ്തകങ്ങൾ വിതരണം ചെയ്തതായിട്ട് അറിവില്ല. കാരണം ഇപ്പോൾ പുസ്തകമൊക്കെ സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്, യൂണിഫോമുള്ള തുണി കൊടുക്കുന്നുണ്ട്, അത് തയ്ക്കാനുള്ള പൈസയൊക്കെ അവർ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആ പഴയ പരിപാടിക്ക് വലിയ പ്രാമുഖ്യമില്ല. എങ്കിലും എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഓരോ വീട്ടുപേര് വിളിക്കും. വീട്ടുപേര് വിളിച്ചിട്ട് അപ്പൻ്റെ പേരും കൂട്ടി വിളിച്ചിട്ട് ഈ കുട്ടിയെ വിളിക്കും. കുട്ടി വേദിയിലേക്ക് വരും. എന്നിട്ട് കുട്ടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ പുസ്തകം സ്വീകരിക്കും. 100-300 രൂപയുടെ പുസ്തകമാണ് ഈ മാക്സിമം കൊടുക്കുന്നത് ഒരു കുട്ടിക്ക്. അങ്ങനെ ആ കുട്ടി അത് മേടിക്കുമ്പോൾ അത്രയും പേരുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കും. നമ്മുടെ നന്മ പ്രവൃത്തിയുടെ ആളായിട്ട് മാറുകയാണ്. നമ്മുടെ ചാരിറ്റിയൊക്കെ അങ്ങനെയാണല്ലോ. ചാരിറ്റി ചെയ്യണവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ? രഹസ്യമായിട്ട് ചെയ്യുന്നത് ഒതുക്കൽ മാത്രമാണ്, പരസ്യമായിട്ടാണ് ബാക്കിയെല്ലാം. അത് കിട്ടുന്നത് നമുക്കെന്ന പ്രവൃത്തി മുഴുവൻ രഹസ്യമായിട്ടാണ്, പരസ്യമായിട്ട് ചെയ്യുന്നത് മുഴുവനും ഈ ആളുകളെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ യഥാർത്ഥത്തിൽ ദൈവനാമത്തിലുള്ള പ്രവൃത്തിയാണോ? ദൈവനാമത്തിലുള്ള പ്രവൃത്തിയല്ല. ആ ദൈവനാമത്തിലാണെന്ന് നമ്മൾ പറയുന്ന ആ പ്രവൃത്തി നമ്മുടെ നാമത്തിലായിത്തീരുന്നു. ഒരു നന്മയുടെ കർത്താവായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ അക്കൗണ്ടിലല്ല. യേശുവിന്റെ അക്കൗണ്ടിൽ പ്രവൃത്തി ഉണ്ടാവണം എങ്ങനെയാണ്? അവിടെ അവരന്റെ ജീവിതത്തിനകത്ത് എവിടെയാണോ താങ്ങും തുണയുമാകേണ്ടത് അവിടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. അത് ഏറ്റവും രഹസ്യമായിട്ടാണ്. അവരെന്നെ അവഹേളിക്കുന്നതായി മാറാതെയാണ്. വീട് വെച്ച് കൊടുക്കും. പള്ളികൾ വീട് വെച്ച് കൊടുക്കുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തിയായിട്ട് ഘോഷിക്കപ്പെടുന്നു. പള്ളി പണിയുമ്പോൾ 2 വീട് വെച്ച് കൊടുത്തേക്കാം, അല്ലെങ്കിൽ 1 വർഷം ഒരു വീട് വെക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നു. കാര്യമൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി കർത്താവിന്റെ നാമത്തിലാണെന്ന് പറയാൻ പറ്റുമോ? കർത്താവിന്റെ നാമത്തിലല്ല. ആ പ്രവൃത്തി മാനുഷിക നാമത്തിലാണ്. ഇന്ന അച്ഛൻ ഇരുന്നപ്പോ, ഇന്ന ഇടവ പാരിഷ് കൗൺസിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളൊക്കെ കൂടി പിരിച്ച് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തു എന്നല്ലാതെ കർത്താവാണ് അവർക്ക് വീട് വെച്ച് കൊടുത്തെന്ന് പറയാൻ പറ്റൂ? അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അനുഭവത്തിൽ ഒരു ഇടവകപ്പള്ളിയിൽ വികാരിയായിരുന്ന അച്ഛൻ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ കൂടുതൽ വിവരം പറയുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഉള്ളയാൾ തന്നെയാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ഇടവകപ്പള്ളിയിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയും, നിങ്ങൾ നന്മ പ്രവൃത്തിയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയും. അദ്ദേഹം 2-3 അനാഥാലയങ്ങൾക്ക് നിരന്തരമായി ധനസഹായം ചെയ്തിരുന്നു. കിട്ടുന്നതെല്ലാം സ്വരൂപിച്ച് അവർക്ക് കൊടുത്തിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരാൾ ഒരിക്കൽ എന്നോട് വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു ഈ അച്ഛനെ കുറിച്ച്. സാമാന്യഗതിയിൽ അദ്ദേഹം ചാരിറ്റിയൊക്കെ നടത്തുന്നതായിട്ടുള്ള കാര്യമൊന്നും പരസ്യമായിട്ട് അറിവില്ല. ആളുകളെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും പുറത്തില്ല. എന്നോട് ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ പറഞ്ഞത് അദ്ദേഹം ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു. അപ്പൊ വീട് പണി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് ജോലിയൊന്നും ഉള്ള ആളല്ല. പിന്നെ ഇയാൾ എങ്ങനെയാണ് ഈ വീട് പണിയുന്നത്? സാധാരണഗതിയിൽ പണമൊന്നും ഇല്ലാത്ത ഒരാൾ വീട് പണിയാന്നുള്ളത് സ്വാഭാവികമല്ലല്ലോ. ലോൺ എടുത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ലോണൊന്നും എടുത്തിട്ടല്ല. എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, അച്ഛൻ സഹായിക്കുന്നുണ്ട്. അത് ഇടവകയിൽ ആർക്കും അറിയുന്നൊരു കാര്യമല്ല. വളരെ രഹസ്യമായിട്ട് ഈ മനുഷ്യന്റെ വീട് വെച്ച് കൊടുക്കുക. ഇനി അത് അയാൾ പറയാൻ കാരണം ഈ അച്ഛന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ വീട് വെക്കുന്ന പ്ലാൻ ചെയ്തപ്പോൾ ചെറിയ വീടാണ് വെക്കുന്നത്, സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്തവരാണ്. അപ്പോൾ ചെറിയ വീട് വെക്കുമ്പോൾ ആ വീടിനകത്ത് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ അച്ഛൻ വീട്ടിൽ വന്നു. അങ്ങനെ അച്ഛൻ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ചോദിച്ചു, ഇതിനകത്ത് എങ്ങനെ ബാത്റൂം ഇല്ലല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാത്റൂം പുറത്ത് ഒരെണ്ണം നമുക്ക് ചെറുതായിട്ട് പണിയാമെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛൻ ഭയങ്കരമായിട്ട് അയാളുടെ ദേഷ്യപ്പെട്ടു. അച്ഛൻ ചോദിച്ചു, 10-13 വയസ്സായൊരു പെൺകുട്ടി ഈ വീട്ടിലുണ്ട്, അവൾ എങ്ങനെയാണ് രാത്രി ടോയ്ലറ്റിൽ പോവുക? അത് നടപ്പുള്ള കാര്യമാണോ? അതുകൊണ്ട് വീടിനകത്ത് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവണം. അങ്ങനെ വീടിനകത്തേക്ക് വാതിലുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി നിർബന്ധപൂർവം. അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാമാന്യഗതി നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ നന്മ പ്രവർത്തികളുടെ എല്ലാം കർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. കർത്താവിന്റെ നാമത്തെ നമ്മൾ അവഗണിക്കുന്നു. കർത്താവിന്റെ നാമത്തെ വൃഥാ പ്രയോഗിക്കുന്നു. ദൈവനാമത്തിലാണെന്ന് വിചാരിക്കുന്നു. നാം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, യേശുവിന്റെ നാമത്തിലാണെന്ന് ലോകത്തോട് പറയുന്നു. ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർത്തൃത്വം നമ്മൾ തന്നെ വഹിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിന്റെ നാമത്തിലല്ല. കർത്താവിന്റെ നാമത്തിൽ ജീവിതമാകണമെങ്കിൽ എന്നെക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുകയും ഞാൻ എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം ഉടയവൻ ക്രിസ്തുവാണെന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുകയും ചെയ്യണം. തീത്തോസ് 2:14 പറയുന്നു, യേശു ക്രിസ്തു എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ആ ബലിയുടെ യോഗ്യതയാലാണ് നമ്മുടെ നന്മകൾ.
അങ്ങനെ ജീവിതത്തിനകത്ത് കർത്തൃത്വം ദൈവത്തിനാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും ഞാൻ എൻ്റെ നാമത്തിലല്ലെന്നും ഞാൻ എൻ്റെതല്ലെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ഈ കൽപ്പനയെ നമുക്ക് മറികടക്കാൻ പറ്റുക. അത് ക്രിസ്തു സ്നേഹത്തിൽ എരിഞ്ഞുണ്ടാകേണ്ട ഒരു കാര്യമാണ്. കേവലമായി കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് അതിരം കൊണ്ട് കർത്താവിന്റെ നാമം പറയുന്നതിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ ഏറ്റു പറയുന്നതിനെയോ ആണ് നമ്മൾ വിവക്ഷിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വീഴ്ച പറ്റും. അപ്പൊ കൽപ്പന പാലിക്കാൻ കഴിയുക എന്ന് പറയുന്നത് കൽപ്പനയെ കേവലാർത്ഥത്തിൽ പാലിക്കുകയല്ല, കൽപ്പനയെ വിശ്വാസം മുഖേന സ്നേഹത്തിന്റെ പ്രവൃത്തിയായി പരിവർത്തിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാത്രമേ നമുക്ക് യേശുവിനാൽ പാലിക്കപ്പെടുന്നവരായി കൽപ്പനകളുടെ സാമാന്യതയെ ലംഘിക്കുന്നവരായി ജീവിക്കാൻ പറ്റൂ. സാധാരണയായി ചിന്തിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് നിയമങ്ങൾ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 10 കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളത് ക്ലേശകരമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കേന്ദ്രീകരിക്കപ്പെടുന്നത് കോഴിക്കാൽ മുടിചുറ്റിയതുപോലെ ഈ കൽപ്പനകളിൽ കെട്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നന്മകളൊക്കെ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് നമ്മളെന്നും നമ്മൾ പാപികളാണെന്നും അധമരാണെന്നും നമുക്കൊരിക്കലും നന്നാകാൻ കഴിയില്ലെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. നാം ആലോചിക്കേണ്ടത് വിശ്വാസം വഴി സംലബ്ധമാവുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ക്രിസ്തുവിനെ അവിടെ നിശ്ചയിച്ചു തന്നു. റോമർ 3:25 പഠിപ്പിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കെ, യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം ചേർക്കപ്പെട്ടിരിക്കെ, വിശ്വാസം മുഖേന അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവന്റെ പ്രവൃത്തിയിലേക്ക് നാം മാറ്റപ്പെടുന്നു. അങ്ങനെ വിശ്വാസം വഴി സംലബ്ധമാകുന്ന ഒരു പാപപരിഹാരമായി ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്ന ബോധ്യം വിശ്വാസത്തിന് അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും. അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകുക. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പ്രവൃത്തികളാലാണ്. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നതാണ്. പ്രവൃത്തിയില്ലാതെ നമുക്ക് വിശ്വാസത്തെ കാണാൻ പറ്റില്ല. യാക്കോബ് 2:19 ചോദിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു, നമ്മൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ്, നിങ്ങൾ അറിയുന്നില്ലേ? ഈ പ്രവൃത്തി ജനിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാകണം. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്നാകണം. അവൻ എനിക്ക് വിമോചനം നൽകിയെന്നും അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും അവൻ എന്റെ നാഥനാണെന്നും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങണം. യേശു എന്നെ വ്യക്തിപരമായി ഇങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയുള്ളതായ ജീവിതം മാറൂ. അപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായിട്ട് മാറുക. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ നിയമത്തെ അതിലംഘിക്കാൻ അല്ലെങ്കിൽ നിയമത്തെക്കാൾ ഉപരിയായ ഒന്നായിട്ട് മാറാൻ ഇടയാകും. അങ്ങനെ നിയമത്തിന് അധീനരല്ലാതെ കൃപയുടെ കീഴിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ കുറവുകളും ബലഹീനതകളും കൃപകൾ ധാരാളമായി വർഷിക്കപ്പെടാൻ കാരണമാകുന്ന അങ്ങനെയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. എനിക്കൊരു കുറവുണ്ട്, ഈശോയെ എനിക്കത് നിവർത്തിക്കാൻ കഴിയുന്നില്ല, നിന്നോട് സ്നേഹം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഹൃദയത്തിനകത്ത് എരിച്ചിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത പ്രവൃത്തികൾ സ്നേഹനിഷേധമാണ് നാം തിരിച്ചറിയുമ്പോൾ ആത്മാനുതാപത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയും. അങ്ങനെ അനുഗമിക്കുമ്പോഴാണ് സാമാന്യഗതിയിൽ ഭാരമായി അനുഭവപ്പെടുന്ന കൽപ്പനകൾ ലഘുവായിട്ട് മാറുക. ഭാരമായിട്ട് അനുഭവപ്പെടുന്ന കൽപ്പനകൾ ലഘുവായിട്ട് മാറും. നമ്മൾ പലപ്പോഴും നമ്മുടെ ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ കുടുങ്ങി ജീവിക്കുന്നവരാണ്. ഓരോ തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലാകാലങ്ങളിൽ വന്നു ചേർക്കപ്പെട്ടതിന്റെ ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചാൽ വിശ്വാസിയാകും തെറ്റിദ്ധരിച്ചിട്ടാണ്. അതുകൊണ്ട് നവനാൾ കൂടിയാൽ ദൈവം സംപ്രീതനാകുമെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. ജപമാല ചൊല്ലിയാൽ ദൈവം സംപ്രീതനാകുമെന്ന് നമ്മളിപ്പോഴും ധരിക്കുന്നു. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുമ്പോൾ, തീർത്ഥാടനങ്ങൾ നടത്തുമ്പോൾ ദൈവം നമ്മൾ സംപ്രീതനാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ദൈവത്തിന് സംപ്രീതി ഉണ്ടാകുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം എത്രത്തോളം ചേർത്ത് വയ്ക്കപ്പെടുന്നു അത്രത്തോളമാണ് ദൈവത്തിന്റെ സംപ്രീതി നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ദൈവം നേരത്തെ തന്നെ സംപ്രീതനാണ്. നവനാളുകൾ ആചരിക്കുന്നതും തീർത്ഥാടനങ്ങളിൽ പങ്കുചേരുന്നതും ധ്യാനാവസരങ്ങളിൽ പങ്കുചേരുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? അതെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ, ഈ വിശ്വാസ ബോധ്യത്തിലേക്ക് വളരാനുള്ള ഉപാധികൾ മാത്രമാണ്. യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. ഒരു നവനാൾ ആചരിക്കുമ്പോൾ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ മാനുഷിക ജീവിതകാലത്ത് തങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാനുള്ള പ്രേരണയായിട്ട് എനിക്ക് മാറുന്നു. ഈ ലോകത്തെ വേദനകളെയും സങ്കടങ്ങളെയും അതിജീവിക്കാൻ വിശ്വാസം വഴി ഒരു വിശുദ്ധനോ വിശുദ്ധയോ എങ്ങനെ കരുത്ത് കാണിച്ചു ക്രിസ്തുവിൽ എന്നുള്ളത് എനിക്കൊരു അടയാളപ്പെടുത്തലായിട്ട് മാറുന്നു, ഒരു സഹായമായിട്ട് മാറുന്നു. മാനുഷികമായി അസാധ്യമായ കാര്യമല്ല ദൈവത്തോട് ചേർന്നുള്ള ജീവിതമെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ആ ബലം എനിക്ക് നൽകണമേ എന്നാണ് മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കേണ്ടത്. നാം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? 9 ആഴ്ചകളിൽ നവനാൾ കൂടിയാൽ കാര്യം നടക്കുമെന്ന തെറ്റായ ബോധ്യത്തിലേക്ക് തളയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അപേക്ഷകളും ഉപകാര സ്മരണങ്ങളും വായിച്ച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നവനാൾ കേന്ദ്രങ്ങൾ മാറുന്നു. നേർച്ച കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ ദൈവം സംപ്രീതനാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. വാണിജ്യമായി മാറുന്ന ഒരു വ്യാപാര സദൃശ്യമായ ബന്ധമായി മാറുന്നു വിശ്വാസം. ആത്മീയത എന്ന് പറയുന്നത് ഒന്നാം തരം വിപണി മൂല്യമുള്ള ഒന്നായിട്ട് മാറിത്തീരുകയാണ്.
യഥാർത്ഥ ആത്മീയതയിൽ നിന്ന് മനുഷ്യരെ തള്ളി നിൽക്കുകയും ഇങ്ങനെ സാമൂഹ്യമായ അടിമത്തത്തിലേക്കും ആധിപത്യത്തിലേക്കും അവനെ തള്ളിവിടുകയും ചെയ്യുന്ന അനുഷ്ഠാനത്തിന്റെ വഴികളിൽ നിന്ന് തിരികെ നടക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾ നവനാൾ കൂടേണ്ട എന്നല്ലേ പറഞ്ഞതിനർത്ഥം? നവനാളുകൾ കൂടണം. നവനാളുകളിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയബോധ്യത്തോടെ ഓർക്കണം, ഈ വിശുദ്ധൻ അല്ലെങ്കിൽ ഈ വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചയാളാണ്. ആ അനുഗമിച്ച മാർഗങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകണം. ഈ വിശുദ്ധനും വിശുദ്ധയും എനിക്കൊരു ബലമാണ്. എന്താണ് ആ ബലം? ആ ബലം ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ബലമാണ്. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ബലമായിട്ട് വിശുദ്ധരെ കാണേണ്ടതിന് പകരം, വിശുദ്ധ മാതൃകകളെ സ്വീകരിക്കേണ്ടതിന് പകരം, അവരുടെ മാധ്യസ്ഥം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനുള്ള തുണയായി കരുതേണ്ടതിന് പകരം നാം ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക താല്പര്യങ്ങളെ നിവൃത്തിയാക്കാൻ ഇവരുടെ സഹായം ലഭിക്കുമോ എന്നാണ്. അങ്ങനെ സഹായം ലഭിക്കാനുള്ള അപേക്ഷകളും അങ്ങനെ സഹായം ലഭിച്ചു എന്നുള്ള ഉപകാരസ്മരണകളും വായിച്ചു കേട്ട് പുളകം കൊള്ളുകയും അതിനുവേണ്ടി ജീവിതത്തിൽ നാം അവസരം കണ്ടെത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ള പരമാർത്ഥത്തിൽ നിന്ന് നാം അകന്നു പോകുന്നുണ്ട് ആചാരങ്ങളിലൂടെ. ഇത് കേവലമായ ഒരു ആചാരമല്ല, നിരവധിയായ ആചാരങ്ങൾ, തെറ്റായ പ്രയോഗങ്ങൾ, പ്രാർത്ഥനാ രീതികൾ സഭയ്ക്കകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ, ഭൗതിക ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പെടുമ്പോൾ മനുഷ്യർ യാഥാർത്ഥ്യമറിയാതെ, വിശ്വാസത്തിന്റെ രഹസ്യമറിയാതെ ക്രിസ്തുവിലായിത്തീരുക എന്ന പരമാർത്ഥമാണ് ഈ അനുഷ്ഠാനങ്ങളുടെ പിന്നിലുള്ളതെന്നറിയാതെ, അനുഷ്ഠാനത്തിന് അകക്കാമ്പറിയാതെ ബാഹ്യമായി ചുറ്റപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് വിശ്വാസം വഴിയാണ് രക്ഷ എന്നത് യാഥാർത്ഥ്യമാണ്. ആ വിശ്വാസം ജീവിത പ്രയോഗം വഴി നമുക്ക് ഈ ലോകത്ത് അനുഭവപ്പെടുത്താൻ കഴിയണം. ജീവിത പ്രയോഗത്തിൽ വിശ്വാസത്തിന്റെ പ്രതിഫലനം ഉണ്ടാകണം. ചെയ്യുന്ന പ്രവൃത്തികൾ വിശ്വാസത്തെ പ്രതിയുള്ളതാകണം. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നു, അവൻ നന്മ നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കേവല വിശ്വാസം വിശ്വാസത്തിന്റെ ഉപരിതലം മാത്രമാണ്. അകക്കാമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അകക്കാമ്പിൽ അവൻ എന്നെ സ്നേഹിച്ചുവെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ അവനെ പ്രതി ഞാൻ മരിക്കുമെന്ന സ്നേഹത്തിൽ നിന്ന് വിശ്വാസം ഉറവെടുക്കണം. ആ വിശ്വാസത്തിൽ നിന്നായിരിക്കണം പ്രവൃത്തികൾ പുറത്തേക്ക് ഒഴുകേണ്ടത്. ഈ ലോകത്തോട് ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ നമ്മുടെ ജീവിതം വഴി വെളിപ്പെടുത്താമെന്നാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ നാം വിശ്വാസത്തിൽ ഉറയ്ക്കുമെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസാധിഷ്ഠിതമായി മാറുമെങ്കിൽ, വിശ്വാസം എന്നത് കേവലമായി കാര്യസാധ്യത്തിനുള്ള ഉപാധിയല്ലാതെ ജീവാർപ്പണത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചറിയുമെങ്കിൽ, നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റും. ആ പ്രവൃത്തികളിലൂടെയുള്ള വിശ്വാസം രക്ഷയായി നമ്മിൽ അനുഭവപ്പെടും, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായിട്ട് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടാത്തത് കൊണ്ടാണ് നാം ഇന്ന് താൽക്കാലികതകളിൽ കുടുങ്ങിപ്പോകുന്നത്. പാപത്തിന് നിങ്ങൾ അടിമകളല്ലെന്നറിയണം. അതുകൊണ്ട് റോമർ 6:14 പറയും, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, നിങ്ങൾ നിയമത്തിന് കീഴിലുള്ള കൃപയ്ക്ക് കീഴിലാണ്. ഈ കൃപയ്ക്ക് കീഴിലാകുന്ന അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പ്രവൃത്തികൾ ആത്മനിഷ്ഠമായിട്ട് മാറണം, ദൈവോന്മുഖമാകണം, അപരോന്മുഖമാകണം, സ്നേഹത്തിന്റെ പ്രവൃത്തികളായിട്ട് മാറണം, ക്രിസ്തുവിലുള്ളതായിട്ട് മാറണം. യേശു ക്രിസ്തുവിൽ അപ്രകാരം സ്നേഹത്തിന്റെ ജീവിതമായി മാറുമ്പോൾ, സ്നേഹം എന്ന കൽപ്പനയ്ക്ക് വിധേയപ്പെടുമ്പോൾ 10 കൽപ്പനകളും നിറവേറ്റുന്നവരായി, അത് ഭയം മൂലമോ ശിക്ഷയെ ഭയന്നിട്ടോ ഈ ലോകത്തുണ്ടാകുന്ന ദുരിതങ്ങളെ ഭയന്നിട്ടോ അല്ലാതെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറും. ഇന്ന് ഈ ലോകത്തുള്ള ദുരിതങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ ജീവിതമാണെന്ന് പറയുന്നത് കൊണ്ട് ഈ ലോകത്തെ ഭയന്നിട്ട്, ഈ ലോകത്തിന്റെ ദുരിതങ്ങളെ ഭയന്നിട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇത് നടപ്പുള്ള കാര്യമല്ല. വിശ്വാസം മുഖേനയാണ് പ്രവൃത്തികളിൽ നമുക്ക് കൃപയുടെ ജീവിതം അനുഭവിക്കാൻ പറ്റുക. നമ്മുടെ കേവല പ്രവൃത്തികളെ വിശ്വാസവുമായി കൂട്ടിയിണക്കുന്നത് ക്രിസ്തുവിലുള്ള സ്നേഹമായി തീരണം. വാസ്തവത്തിൽ നിയമത്തെ അനുഷ്ഠിക്കാനായി കാർക്കശ്യത്തോടെ ജീവിക്കുന്നവരുണ്ട്, പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവൃത്തികൾ സാധ്യമല്ലാതെ വരും. എനിക്ക് എന്നിൽ തന്നെ സാധ്യമല്ലാതെ വരും. സ്നേഹിക്കുക എന്നുള്ളത് ദൈവനിയമമാണ്, യേശുവിന്റെ കൽപ്പനയാണ്. അത് പാലിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ എനിക്ക് സ്നേഹാനുഭവം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് സ്നേഹാനുഭവം ഉണ്ടാകണമെങ്കിൽ ഞാൻ അവിടെ പോകും. എന്നെ മറ്റാരേക്കാളും അധികമായി സ്നേഹിച്ച ഒരാളെ ജീവിതത്തിൽ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാൻ ക്രിസ്തുവിലല്ലാതെ നമുക്ക് സാധ്യമല്ല. നമ്മെ പ്രതി ജീവൻ അർപ്പിച്ച വേറൊരാളും ലോകത്തില്ല. സമയം നൽകുന്നവരുണ്ടാകും, സഹായങ്ങൾ നൽകുന്നവരുണ്ടാകും, ചേർത്ത് പിടിക്കുന്നവരുണ്ടാകും, നല്ല വാക്കുകൾ പറയുന്നവരുണ്ടാകും, കൂടെ നടക്കുന്നവരുണ്ടാകും. പക്ഷെ ജീവൻ അർപ്പിച്ച് നമ്മെ സ്നേഹിച്ച ഒരാളെ കുറിച്ച് നമുക്ക് വേറെ പറയാൻ എവിടെയുള്ളത്? നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ബലിയായി ശിക്ഷ സ്വീകരിച്ചു, കുരിശിൽ മരിച്ചു, രക്തം ചിന്തി, നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ശരീരവും രക്തവും മുറിച്ചു വിളമ്പി, അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കുകയും അതുവഴി ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ച് വിമോചനം സാധ്യമാക്കുകയും ചെയ്ത ഒരാളെ കുറിച്ച് വേറെ എവിടെ നമുക്ക് കാണാൻ കഴിയുക? യേശുക്രിസ്തുവിനെ അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ യേശുവിലുള്ളതായിട്ട് മാറും. അതുകൊണ്ട് നിയമം അനുഷ്ഠിക്കുക, പാപത്തിനെതിരായി യുദ്ധം നടത്തുക എന്ന് പറയുന്നത് ഒരു കേവല പ്രവൃത്തിയായിട്ട് കാണാതെ, ഒരു മാനുഷിക പ്രവൃത്തിയായിട്ട് കാണാതെ,
ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിശ്വാസത്തിലേക്കാണ്. ഞാൻ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ, കൽപ്പനകൾക്ക് വിരുദ്ധനായി പോകുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ഞാൻ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. കൽപ്പനകൾ മാനുഷികമായി പാലിക്കുക സാധ്യമല്ല, കേവല ബലം കൊണ്ട് സാധ്യമല്ല. ഒരു പാപത്തിൽ നിന്ന് മോചനം നേടുന്നവൻ വേറൊരു പാപത്തിൽ വീഴും. സാബത്ത് ആചരിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്, കൊല്ലുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്ന നാം അറിയാതെ തന്നെ വേറൊരു കാര്യം പറയും അതിനകത്ത്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവിടെ ഞാൻ പ്രധാനിയായിട്ട് വരും. ഞാൻ ദൈവമായിട്ട് മാറും, ഒന്നാം പ്രമാണലംഘനമായിട്ട് മാറും. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പലരും നീതീകരിക്കുന്ന കണ്ടിട്ടുള്ളൂ, ഞാൻ മറ്റുള്ളവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ആരാണ് കർത്താവ്? ഞാനാണ് കർത്താവ്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവാണ് പാപരാഹിത്യത്തിലേക്ക് എന്നെ നയിക്കുന്നത്. നിയമത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവിലാണ്. അവന്റെ കൃപയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ ആശ്രയബോധത്തിനായി മാറുമ്പോൾ, അല്ലെങ്കിൽ അവനോടുള്ള പ്രതിസ്നേഹമായിട്ട് എന്റെ ജീവിതം അർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഞാൻ നിയമത്തിന്റെ ഭാരത്തിൽ നിന്നകന്ന് അവന്റെ സ്നേഹത്തിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെ അവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും. ക്രിസ്തു എന്നിൽ ജീവിക്കുകയും എന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നിയമത്തെ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുക, പാലിക്കാൻ കഴിയുക. 10 കൽപ്പനകൾ എനിക്ക് പാലിക്കാൻ കഴിയുന്നത് ഭയന്നിട്ടല്ല. 10 കൽപ്പനകൾ എനിക്ക് പാലിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഞാനായിരിക്കുമ്പോഴാണ്, ആ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. പാപത്തെ ഭയക്കുകയല്ല വേണ്ടത്. കൽപ്പനകൾ പാലിക്കാനുള്ള മാനുഷികമായ പരിശ്രമങ്ങളുടെ കുടുക്കിൽപ്പെടുകയല്ല വേണ്ടത്. കൽപ്പനകൾ പാലിക്കാൻ ക്രിസ്തു സ്നേഹത്തിലേക്ക് ആയിത്തീരുക, അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അവിടെയാണ് യോഹന്നാൻ സുവിശേഷം 1:12 പറഞ്ഞത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവിടെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം ചേർക്കപ്പെടും. അങ്ങനെയാണ് കൃപയാൽ നാം വീണ്ടെടുക്കപ്പെടുന്നത്. കൃപ വഴിയാണ് നമുക്ക് വിമോചനം ഉണ്ടാകുക. നിയമം അനുഷ്ഠിക്കുക എന്നല്ല, നിയമത്തെ അതിജീവിക്കുന്ന, അല്ലെങ്കിൽ നിയമത്തെ പൂർത്തീകരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ പ്രവൃത്തിയായി ജീവിതം മാറുക എന്നുള്ളതാണ് വേണ്ടത്. വിശ്വാസത്തിൽ ഉറക്കുകയാണ് വേണ്ടത്. ഗലാത്യ 3:12 പറയും, നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, നിയമത്തെ അനുഷ്ഠിക്കുന്നതിന് അതുപോലും ജീവിക്കും. നാം നിയമം അനുഷ്ഠിച്ചല്ല ജീവിക്കുന്നത്, നാം നിയമമായി മാറുകയാണ്. സ്നേഹത്തിന്റെ നിയമമായി ലോകത്ത് അനുഭവപ്പെടുകയാണ്. അവിടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കണം. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകുന്നു എന്ന കേവലത്വത്തിൽ വീണു പോകാം. ബന്ധങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണെന്ന് കരുതാതെ, ഈ ലോകത്ത് എല്ലാവരും അനുഭവിക്കുന്ന വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലാണ് നമ്മുടെയും ജീവിതം. ലോകം ഇങ്ങനെ കുറവുകളും പോരായ്മകളും പരിമിതികളുള്ളതാണ്. ഈ പരിമിതികളൊക്കെ നമ്മെ തന്നെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൃപയെ തിരിച്ചറിയാനുള്ള വഴികളാണ്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിയാനുള്ള മാർഗങ്ങളായിട്ട് ജീവിതത്തിന്റെ അവസ്ഥകളെ കാണാൻ പറ്റണം. കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഭയക്കരുത്. ഇങ്ങനെ ഭയന്നിട്ട് നിയമം പാലിക്കുകയല്ല വേണ്ടത്. ക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശു ക്രിസ്തുവിലാണെന്ന് ബോധ്യം ഉണ്ടാകണം. യേശു ക്രിസ്തു എങ്ങനെയാണ് പിതാവിനോട് സ്നേഹം പ്രഖ്യാപിച്ചത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അത് ഉൾക്കൊള്ളണം. അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലായി തീരുമ്പോൾ, വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ഭാവനകളെയും ക്രിസ്തു നയിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പാപത്തിന് വിധേയരാകാതെ പാപത്തെ മറികടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുക. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളിലും കുറവുകളും പോരായ്മകളും ഉണ്ടോ, തെറ്റുകളിൽ വീണു പോകുന്നുണ്ടോ, അതിനെ മറികടക്കാനായി മാനുഷികമായ യുദ്ധമല്ല നടത്തേണ്ടത്, വിശ്വാസത്തിന്റെ യുദ്ധമാണ്. വിശ്വാസത്തിന്റെ യുദ്ധത്തിന്റെ അടിസ്ഥാനം ഇതാണ്: യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളിലേക്ക് തന്റെ സ്നേഹം സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ആ സ്നേഹത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ക്രിസ്തു നമ്മിലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനായി ദൈവാത്മാവിന്റെ സഹായം തേടുകയും ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ക്രിസ്തു സ്നേഹത്തിലായിത്തീരുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവൃത്തികൾ കൽപ്പനകളുടെ പൂർത്തീകരണമായ സ്നേഹത്തിൽ ലയിക്കും. അപ്പോഴാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുന്ന അനുഭവം നമുക്കുണ്ടാകുക. യഥാർത്ഥത്തിൽ പാപം നമ്മെ അടിമപ്പെടുത്തുന്നില്ല. പക്ഷേ നാം ഈ ലോകത്തായിത്തീരുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ തിരിച്ചറിയാതെ പോകുമ്പോൾ, ജീവിതം ക്രിസ്തു വിരുദ്ധമായിട്ട് മാറിപ്പോകുമ്പോൾ, ഈ പാപത്തിന്റെ ഭാരം മുഖം ചുമക്കുന്നവരായിട്ട് നമ്മൾ മാറും. നമുക്കത് ഒഴിയാൻ കഴിയാതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട, കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഭയപ്പെടേണ്ട, കൽപ്പനകൾ പാലിക്കാൻ കഴിയുന്നില്ല എന്ന ദുർഘടത്തിൽപ്പെടേണ്ട. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയണം. ആ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു നിങ്ങൾ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകും. കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ആയിത്തീരുമ്പോൾ അവരെ കൊല്ലാൻ, അവരിനെതിരായി തിരിയാൻ, വെറുക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ ഒന്നും നിങ്ങൾക്ക് കഴിയാതെ പോകും. സ്നേഹത്തിന്റെ സാമ്രാജ്യം നിങ്ങൾക്ക് തുറക്കപ്പെടും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. നിയമത്തെ അസാധുവാക്കുകയല്ല ക്രിസ്തു ചെയ്യുക, പൂർത്തീകരിക്കുകയാണ്. സ്നേഹം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. ക്രിസ്തുവിൽ മാത്രമേ പാപത്തിനെതിരായ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയൂ.
ലോകത്തിനെതിരായ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയൂ, വിജയം വരിക്കാൻ കഴിയൂ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. അവൻ തന്നെ നമുക്ക് വേണ്ടി പകരമായി നൽകി വിമോചനം നൽകിയിരിക്കുന്നു. ആ വിമോചനത്തിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ക്രിസ്തുവിന്റെ പ്രകാശമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. പാപത്തിനെതിരായ യുദ്ധത്തിൽ വിജയം വരിക്കുന്നവരായ ലോകസമക്ഷം വെളിപ്പെടാൻ അത് കാരണമായി തീരും. അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ ജീവിതമാണ് നമ്മുടെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ, ക്രിസ്തു സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കാൻ, വിശ്വാസത്തിൽ അടിയുറച്ച് കൃപയ്ക്ക് കീഴെ ജീവിക്കാൻ, നിയമത്തെ സ്നേഹത്തിന്റെ പ്രമാണങ്ങളായി ഈ ലോകസമക്ഷം അവതരിപ്പിക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.